ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് നാഷണൽ കരിയർ സർവീസിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. അതായത് എയർപോർട്ടിലേക്കുള്ള വേക്കൻസികളാണ്. അപ്പോൾ അതിലേക്കുള്ള ഗ്രൗണ്ട് സ്റ്റാഫ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേക്കൻസിയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുമാത്രമല്ല ISROയുടെ എക്സാമിൻ്റെ ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഏപ്രിൽ 18-നാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് അതിൻ്റെ ആ ഒരു എക്സാം സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കുന്നതിന് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അത് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീയാണ്. വളരെ കുറഞ്ഞൊരു സർവീസ് ചാർജ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 more ലിങ്ക്സ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെയൊക്കെ ഉണ്ടാവും, സെയിം ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ അങ്ങനെയും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേജ് ലോഡായി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഇനി ഇടുന്നതാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് നമ്മളിപ്പം ചാനൽ ഇതുവരെ അങ്ങനെ വല്ലാതെ ഇടുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ RRB ഗ്രൂപ്പ് ഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീയോട് കൂടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പിന്നെ അതുപോലെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഉണ്ട്. ISROയുടെ നിങ്ങൾക്ക് ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. ഇത് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ കരിയർ സർവീസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും അതിൽ വന്നിരിക്കുന്ന നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മിസ് ചെയ്യില്ല. തീർച്ചയാണ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മീൻസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. ഇതിൻ്റെ സാലറി വരുന്നത് 20,000 to 30,000 പെർ മന്താണ്. മറ്റു ഒട്ടനവധി ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 45 ഓപ്പണിംഗ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് 30-നാണ് കേട്ടോ. പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 15 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ ഇതിലേക്ക് അർജൻറ്റ് വേക്കൻസീസ് ഫോർ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ഇൻ പാൻ ഇന്ത്യ ലെവലിലാണ്. അതായത് നമുക്ക് കേരളത്തിലൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ ജോബ് ലൊക്കേഷൻ കേരള, ഒഡീഷ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേരളത്തിലും വേക്കൻസി ഉണ്ട്, തമിഴ്നാട്, ചെന്നൈ ഒക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല നമുക്കിതിലേക്ക് ഫ്രഷേഴ്സിന് നിങ്ങൾക്കിവിടെ കാണാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഗ്രൗണ്ട് സ്റ്റാഫ്, കാർഗോ, കസ്റ്റമർ സർവീസ് തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ജോബ് തന്നെയാണ്. ഒരിക്കലും ഇത് പെർമനൻറ്റ് ജോബല്ല, ഫുൾ ടൈം ജോബാണ്. പക്ഷേ നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ നിലനിൽപ്പ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് ഓർ +2 ഓർ ഗ്രാജുവേഷനാണ്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉള്ളവർക്ക് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വേറെ അയാട്ട അങ്ങനത്തെ വേറെ കോഴ്സുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് 10th 12th ഗ്രാജുവേഷൻ മാത്രം മതി. 18 to 35 ഇതിലേക്കുള്ള ആ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ മിനിമം ഏജ് 18, മാക്സിമം 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ മീൽ, ലീവിങ്, അതുപോലെ PF, മെഡിക്കൽ ഇൻഷുറൻസ്, ESA അങ്ങനെ കുറച്ച് അധികം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂയുടെ ലൊക്കേഷൻ പറയുന്നത് കൊൽക്കത്തയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർ കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോയാൽ മതി. ഇനി ഇതിൽ ഡ്രോപ്പ് യുവർ റെസ്യൂം ആൻഡ് കോൺടാക്ട് ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് HR-ൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് HR-ൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ NCS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു NCS-ൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അതുപോലെ അതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ജോലി, അതായത് പ്രൈവറ്റ് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന NCS-ലൂടെ നമുക്ക് ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം NCS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പക്ഷേ അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം.
ഓക്കെ, അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം നാഷണൽ കരിയർ സർവീസ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു വെബ്സൈറ്റാണ് ഈ പറയുന്ന NCS എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി എന്താണ് ഉദ്യോഗാർത്ഥികളുടെ ഡാറ്റാസൊക്കെ എന്താണ് ശേഖരിക്കുകയും ഇത്തരം റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ എന്താണ് ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കി അവർക്ക് എന്താണ് ഈ പറയുന്ന മാൻ പവർ നല്ല രീതിയിൽ എന്താണ് അവർക്ക് എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ വെബ്സൈറ്റ് വഴി. അപ്പോൾ നമുക്കും എന്ത് ചെയ്യും, നമുക്ക് ട്രസ്റ്റഡ് ആണ്, നമ്മളെ പറ്റിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഈ ജോലിൻ്റെ ഒക്കെ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തട്ടിപ്പ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആര് നമ്മളോട് പൈസ ചോദിച്ചാലും നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാകരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന NCSൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ NCSൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്താണ് നിങ്ങൾക്കിവിടെ കാണാം ജോബ് സീക്കർ എന്നുള്ളതാണ്. നമ്മൾ ജോലി അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെൻറ് ജോലി ഉണ്ടാവും, അതായത് സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ ഇതിൽ വരാറുണ്ട് വേക്കൻസി. ഇനി അത് മാത്രമല്ല നമുക്ക് PSU ആയിട്ട്, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ജോലികൾ വരാറുണ്ട്. പിന്നെ മറ്റൊരു രീതിയിൽ പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകാറുണ്ട് ഡയറക്റ്റ്. പിന്നെ അപ്രൻറ്റിഷിപ്പ്, ട്രെയിനിങ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ഇതിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ എങ്ങനെ നമ്മൾ ജോബ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. കാരണം വീഡിയോയുടെ ഡ്യൂറേഷൻ കൂട്ടേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ കോർണറിൽ ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ആ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രജിസ്റ്റർ ആസ് ജോബ് സീക്കർ എന്നുള്ള ബട്ടനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഡ്രോപ്പ് ഡൗൺ മെനു വരുമ്പോൾ അവിടെ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പ് നമ്മൾ ഇതിന് സെലക്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ എന്താണ് ഈ പറയുന്ന പാൻ കാർഡ്, മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങൾക്ക് UN നമ്പർ, ഈ പറയുന്ന ശ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ID കാർഡ് ഉണ്ടല്ലോ ഗവൺമെൻറ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ അതുപോലെ അതേഴ്സ് എന്നുള്ളത് കൊടുത്താൽ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, ഇത് ഏതെങ്കിലുമൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ എന്താണ് ഒരു നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസിൽ ആ നമ്പർ ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ചെക്ക് എന്നുള്ളൊരു ഭാഗം കാണാം, നിങ്ങൾക്ക് ആ ചെക്ക് എന്നുള്ള ബട്ടണിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മുടെ ഈ UID നമ്പർ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം UID നമ്പർ ഈസ് അവൈലബിൾ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇങ്ങനെ താഴോട്ട് ചെയ്തു പോകാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ പേര് കൊടുക്കാൻ, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് കൊടുക്കാം. മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ജെൻഡർ നിങ്ങൾക്ക് നോക്കാം. ദെൻ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം, നിങ്ങൾ ഏത് സ്റ്റേറ്റിലുള്ളവരാണെന്ന് വെച്ചാൽ കേരള ആണ്, നമ്മൾ കേരള സെലക്ട് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം, കോഴിക്കോട്. ദെൻ അതിനുശേഷം നിങ്ങളുടെ ഗാർഡിയൻ ഒരു ഫാദറിൻ്റെ പേര് കൊടുക്കാം. ദെൻ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 10 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് കൊടുക്കുക, +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 കൊടുക്കുക, ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് ആഫ്റ്റർ 10 ഉണ്ട്, ദെൻ ആഫ്റ്റർ 12th ഉണ്ട് ഡിപ്ലോമ. പിന്നെ ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കൊടുക്കാം. പിന്നെ PG ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കൊടുക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിച്ചിട്ടുണ്ട് അങ്ങനെ കൊടുക്കാം. ഓക്കെ, PhD IT പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇതിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതാണ്, MA ആണോ, MCOM ആണോ, MSc ആണോ, then നിങ്ങൾക്ക് MTech ആണോ, ഏതാ MPhil ആണോ, ഏതൊക്കെ എന്നുള്ള ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഏതാണ്, ഇപ്പോൾ ഈ മാസ്റ്റർ ഓഫ് സയൻസ് ആണ് ഞാൻ കഴിഞ്ഞത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം സ്പെഷ്യലൈസേഷൻ ഓർ മേജർ, നമ്മളിതിൽ ഏതാണ് പഠിച്ചതെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ ഓഫ് മേജർ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പം ഇതിലെല്ലാ വിധം ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ MSc ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. MSc മുകളിലുണ്ട്, താഴെയുണ്ട്. അപ്പോൾ അതിൽ രണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ 2 കാറ്റഗറിയിലാണ് നമുക്ക് ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ. പിന്നെ ബോർഡർ യൂണിവേഴ്സിറ്റി, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ട് കൊടുക്കാം. ഇയർ, പാസിംഗ് ഇയർ കൊടുക്കാം, മന്ത് കൊടുക്കാം. മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ, നമ്മൾ മലയാളത്തിലാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ നമ്മൾ പഠിച്ചെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ അതർ ലാംഗ്വേജ് എന്നുള്ളത് കൊടുക്കണം കേട്ടോ, അതിൽ ഇംഗ്ലീഷ് എന്നുള്ളത് കാണണം. ദെൻ അതിനുശേഷം ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആയിട്ടാണോ നമ്മൾ പഠിച്ചെന്നുണ്ട്, ഇമെയിൽ ID കൊടുക്കാം, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. നമ്മൾ മാനുവലായിട്ട് ഇതിൽ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം, അത് കൺഫേം ചെയ്യുക, റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് യുവർ യൂസർ നെയിം. നമ്മളെ യൂസർ നെയിം ആയിട്ട് വേണ്ടത് നമുക്ക് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. നമ്മൾ മുകളിൽ ആ നമ്പർ ഉണ്ടല്ലോ, ഞാൻ വോട്ടർ IDൻ്റെ നമ്പർ കൊടുത്തല്ലോ, ആ നമ്പറായിട്ട് നമുക്കിതിൽ ലോഗിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ടാണോ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്, ഏതാ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസർ നെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷനാണ്. ഒന്ന് നമ്മുടെ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് ഈ പറയുന്ന ഞാൻ വോട്ടർ IDൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്, ഈ നമ്പർ വെച്ച് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഈ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് അതല്ല NCS ID വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇമെയിലാണ് കൊടുക്കുന്നത്. അതിന് ശേഷം ഇവിടെ ചോദിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ്. അപ്പം നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയിഡോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അനുസരിച്ച് കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ജോലിയൊന്നും ഇല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കീ സ്കില്ല് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: നഴ്സിംഗ്, ഫാർമസി, ലബോറട്ടറി ടെക്നീഷ്യൻ, സപ്പോർട്ട് സ്റ്റാഫ്, ഡ്രൈവിംഗ്, കുക്കിംഗ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും കുറച്ച് ഒരു മിനിമം നമുക്കിതിൽ പറയുന്നത് 5 കീ സ്കില്ല് നമ്മളിതിൽ ആഡ് ചെയ്യണം കേട്ടോ, മിനിമം. അപ്പോൾ മിനിമം നിങ്ങളുടെ സ്കില്ല് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാച്ചാൽ അത് 5 എണ്ണം. അപ്പോൾ ഡ്രൈവിംഗ് ആണോ, ഇനി കുക്കിംഗ് ആണോ, ഇനി അതല്ല ടീച്ചിങ് ആണോ, ഇനി അതല്ല നമുക്ക് ടെക്നീഷ്യൻ ആണോ, ഏതായിരിച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടെ 5 എണ്ണം ഇവിടെ കൊടുക്കട്ടോ നിങ്ങളെ. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇൻ്റർനാഷണൽ ജോബിന് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളതാണ്. അത് നിങ്ങൾ യെസ് കൊടുക്കുക, കാരണം നമുക്ക് അബ്രോഡൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പ്രിഫേർഡ് റീജിയൻ ആണ്, നിങ്ങൾക്ക് അബ്രോഡ് എവിടെയാണ് വേണ്ടത്. യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ മിഡിൽ ഈസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര ഇത് വേണമെങ്കിലും നമുക്ക് ഓരോ കോണ്ടിനെൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ആഡ് യുവർ ഓക്യുപ്പേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈവർ, ഞാൻ ഫോർ എക്സാമ്പിൾ ഡ്രൈവർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കാർ, ടാക്സി, വാൻ ഡ്രൈവർ, ഇതിലേതാണ് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഡ് യുവർ ഓക്യുപ്പേഷൻ കൊടുക്കാം. ഇതിന് ശേഷം ഈ ക്യാപ്ച കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഇതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമുക്ക് സെയിം മെയിൽ ID വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കുന്നത്. നമ്മളിവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ആ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൽ ID-യും നമ്മുടെ ഈ പറയുന്ന ഈ മൊബൈൽ നമ്പറിലേക്കും OTP വരും. ആ OTP നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് ലോഗിനിലേക്ക് വരും. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് കാണിക്കാം. അത് ഓട്ടോമാറ്റിക്കായി ലോഗിൻ ആയി വരും. ഇനി ലോഗൗട്ട് ആയാലും നമുക്ക് ലോഗിൻ ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ പേജിൽ തന്നെ വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ലോഗിൻ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂസർ നെയിം എന്താണ് നമ്മൾ കൊടുത്തുവച്ചാൽ അത് നിങ്ങൾക്കിവിടെ, ഇപ്പം ഞാൻ മെയിൽ ID ആണല്ലോ കൊടുത്തത്, അപ്പോൾ അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കണേ. എന്നതിന് ശേഷം നമ്മൾ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സൈനിങ് എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ മെയിൽ വെരിഫൈ ചെയ്തിട്ടില്ല. മെയിൽ വെരിഫൈ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ആ 1 ടൈം പാസ്വേഡ് എനിക്ക് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ഞാനത് വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഞാൻ എൻ്റെ മൊബൈൽ വെരിഫൈ ചെയ്തു കേട്ടോ. അപ്പം ഇനി ഇവിടെ മെയിൽ ID കൂടെ വെരിഫൈ ആണല്ലോ. അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യുക, കാരണം മെയിലേക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നിർബന്ധമായിട്ട് ഇത് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്തൊരു അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം എൻ്റെ പേര് ഇവിടെ വന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം രാജു എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്ത പേര് നമ്മളിതിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഈ എയർപോർട്ടിലെ വാക്കൻസിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഹോം പേജിലേക്ക് തന്നെ പോവുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്കിവിടെ ജോബ് സീക്കർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസി ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വേക്കൻസി വെച്ച് നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, നല്ല വേക്കൻസികൾ നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ജോബ് ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇപ്പോൾ ഇവിടെ കേരള മാത്രം ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കേരള സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ പ്ലംബറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ വേക്കൻസി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ സെയിം നോട്ടിഫിക്കേഷനാണ്. ഏപ്രിൽ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിത് അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇതിൽ ലോഗിനാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് എനിക്കിത് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് വരിക. നമുക്ക് എല്ലാം ചെക്കാണ്, നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഗ്രീൻ ടിക്ക് വരും. ഇപ്പോൾ ഞാനിതിൽ കീ സ്കില്ല് കൊടുത്ത് ഞാൻ ഇപ്പോൾ വെറുതെ MSc ജിയോളജി കൊടുത്തുകൊണ്ട് ജിയോളജിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഗ്രീൻ ടിക്ക് വരും കേട്ടോ. അപ്പോൾ എൻ്റെ നിങ്ങൾ നോക്കണ്ട. അതിന് ശേഷം ഇനിയിപ്പോൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടിന്യൂ ആൻഡ് അപ്ലൈ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതും എന്താണ് ഈ ഗ്രീൻ ടിക്ക് വരുത്തണമെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്കില്ലുകൾ അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ആൻഡ് അപ്ലൈ എന്നുള്ള കൊടുത്താൽ നമുക്ക് അപ്ലൈഡ് എന്നുള്ള കാണിക്കും. ഞാൻ ജസ്റ്റ് കാണിക്കും. ഇവിടെ കണ്ടിന്യൂ ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താ അപ്ലൈഡായി. ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്ലൈഡ് എന്ന് കാണാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്ത് നിങ്ങൾ വെക്കുക. ഓക്കെ, ഇത് പ്രിൻ്റ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ HR-ൻ്റെ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്താണ്.
ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്നുള്ളത് ഇത്രേ സ്റ്റെപ്പേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേറെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ രജിസ്റ്റർ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എന്താണ് വേക്കൻസികൾ, ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം റിസർച്ച് അസോസിയേറ്റ്, ഡിസ്ട്രിക്ട് വൈസ്, ഇതൊക്കെ കേരളത്തിൻ്റെ മാത്രമാണ്. ഓക്കെ, ഓഫീസ് അസിസ്റ്റൻറ്റ്, HDFC, ICICIൻ്റെ ഒക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ICICI ബാങ്കിൻ്റെ ഒക്കെ എന്താണ് വേക്കൻസിയിൽ കേരളത്തിലുള്ള വേക്കൻസികളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഇനിയും വേക്കൻസി, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ ഒക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെസ്സേജ് വരാൻ അതിനനുസരിച്ചുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യാനും നമ്മളെ ആ ഒരു പ്രേരണ വരുള്ളൂ. നമുക്ക് എന്താണ് ഈ വളരെ വ്യൂസൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതോടെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.